ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ലേറ്റായാണ് ഞങ്ങളെല്ലാവരും എണീറ്റത്. ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഭയങ്കര എഫേർട്ടൊന്നും എടുക്കാറില്ല കേട്ടോ. മിക്ക ദിവസവും ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ സീരിയൽസ്, പോറിഡ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് ഇച്ചിരി പരിഷ്കരിക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും സാമ്പാറും. തലേ ദിവസം കിടക്കുന്നതിന് മുൻപ് മാവ് പൊങ്ങിയത് കണ്ട് ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് പിന്നെയും പൊങ്ങിയത് പൊങ്ങി, നല്ല കാര്യം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ക്ലീനിങ്. ലേറ്റായിട്ട് എണീറ്റത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കുക. സാമ്പാർ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു, അതെടുത്ത് റീഹീറ്റ് ചെയ്യുക, കഴിക്കുക. വേറെ പ്രത്യേകിച്ച് മാരകമായ ഒരു ലക്ഷ്യങ്ങളും ഇന്നത്തെ മോർണിംഗ് ഇല്ല. അല്ലെങ്കിലും പിള്ളേർക്ക് അവധിയുള്ള ദിവസം എപ്പോഴും എല്ലാ കാര്യങ്ങളും കുറച്ച് മടി പിടിച്ചാണ് ചെയ്യുന്നത്. കാരണം സമയമുണ്ട്, വീട്ടിലെ കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. എന്നും ഇതുപോലത്തെ ആഡംബര ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കാരണം ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വേണം അത് വേണം എന്നൊരു നിർബന്ധ ബുദ്ധി വീട്ടിൽ ആരും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ ഹാപ്പിയാണ്. റെഡി ആയോ എന്ന് ചോദിച്ച് ഓരോരുത്തരായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം റെഡിയാകും എന്നതാണ് എൻ്റെ മറുപടി. അങ്ങനെ ഇഡ്ഡലി വെച്ചതിന് ശേഷം സാമ്പാർ എടുത്ത് ചൂടാക്കി എല്ലാവരെയും അവനവൻ്റെ സീറ്റിലിരുത്തി. ഇനി ഇഡ്ഡലി കഴിക്കാം. 1, 2, 3. വിശക്കുന്നുണ്ട്, അപ്പം 3 കഴിക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പം ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.